പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ മുഴുവനും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും വിവിധങ്ങളായ പകർച്ചവ്യാധികൾ വന്ന് മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണല്ലോ. എബോള വരുന്നു, ഷിഗല്ലോസിസ് അഥവാ സിഗല്ല നമ്മുടെ മസ്തിഷ്കത്തെ പോലും സ്വാധീനിക്കുന്നത്, നിപ്പ വൈറസ്, അതുപോലെ തന്നെ എലിപ്പനി എന്ന് പറയുന്ന ഈ നമ്മുടെ മൺസൂൺ, നമ്മുടെ മഴക്കാലം വരുമ്പോൾ വരുന്നത്, പിന്നെ നമ്മുടെ പഴയ കൂട്ടുകാരായ ചിക്കൻ ഗുനിയ, ഡെങ്കു, അതുപോലെ ഫ്ലൂ, കൂടെ മാറി വരുന്ന ഫ്ലൂ, അതുപോലെ ചെറിയ അഞ്ചാം പനി, ചിക്കൻ പോക്സ്, അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിനെ ബാധിക്കാവുന്ന ഒരുതരം അമീബിയയുടെ രോഗമുണ്ട്. പിന്നെ കോവിഡ് ആണെങ്കിലോ വീണ്ടും വേറൊരു ഷട്ടിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് കേട്ടു. COVID-19 ചിക്കാര വേരിയൻ്റ് BA.3.2 എന്ന പേരിലാണ് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ നോറോ വൈറസ്, പിന്നെ ഒത്തിരി പനികൾ, തണുപ്പും പനിയും മാറി മാറി വരിക, അതുപോലെ വിട്ടുമാറാത്ത ചുമ, അതുപോലെ ഭയങ്കരമായിട്ട് അതായത് വിറയ്ക്കൽ, തൊണ്ടയ്ക്ക് വേദന, അത് ആഹാരത്തിന് ടേസ്റ്റില്ലായ്മ, ആഹാരത്തോട് രുചിയില്ലായ്മ, അതിനെ മണക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, ശരീരം മുഴുവനും മസിലിന് വേദന, ഇങ്ങനെ പോകുന്നു പലതരത്തിലുള്ള ഈ രോഗങ്ങൾ. അതുപോലെ വയറൊഴിച്ചിൽ, കോളറ പോലെ തന്നെ വരുന്നുണ്ട്, ഡയറിയ, അതുപോലെ അത് വന്ന് അത് ക്ഷീണിക്കുക. ഇതൊക്കെ അത് മനുഷ്യനേറെ ഭയപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നമുക്കറിയാം, നമുക്ക് കേരളത്തിൽ നമുക്കെല്ലാവർക്കും സ്നേഹിതനായിരുന്ന, സുപരിചിതനായിരുന്ന, നമ്മളെ ഏറെക്കാലം നയിച്ച കരുണാകരൻ മുഖ്യമന്ത്രിയുടെ മകൻ മുരളീധരൻ ഉണ്ട്. മിടുക്കനാണ്. അദ്ദേഹമാണ് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. എല്ലാവരുടെയും കാര്യത്തിൽ ജാഗരൂകനുമാണ്. എന്നാലും നമുക്ക് മുകളിൽ ഒന്ന് പിടിക്കണം. നമുക്ക് വലിയൊരു ബിഷപ്പുരനെ, ഡോക്ടറിനെ പിടിച്ചാൽ പറ്റൂ. അത് ദൈവം തന്നെയാണ്, യേശുക്രിസ്തു തന്നെയാണ്. ഹല്ലേലൂയ. അദ്ദേഹം 2025 വർഷം മുമ്പ് കാൽവരിയിൽ ചിന്തിയ പരിശുദ്ധ രക്തം, ഞാൻ പറയും, സർവ്വരോഗ സംഹാരി ആണ്. ഹല്ലേലൂയ. ഇത് ആർക്കും എവിടെയും, ഏത് ജാതിക്കാർക്കും, ഏത് പ്രായക്കാർക്കും, ഏത് രോഗികൾക്കും സംരംഭ്യവും ആണ്. അതെ, ബൈബിൾ പറയുന്നത് വിശ്വാസം വഴി സംരംഭ്യമാകുന്ന യേശുവിൻ്റെ രക്തം. യേശുവിൽ ഒന്ന് വിശ്വസിച്ചാൽ മതി, ഈ രക്തത്തിൻ്റെ ശക്തി ആർക്കും കിട്ടും. നമുക്കറിയാം, 5 ലക്ഷത്തിൽ പരം കാൽവരി യാഗങ്ങളാണ് ഇന്ന് അർപ്പിക്കപ്പെടുന്നത്. 2025 വർഷം മുമ്പ് കാൽവരിയിൽ അർപ്പിച്ച അതേ യാഗം തന്നെ, അതേ ബലി തന്നെ ഇന്ന് തുടരുകയാണ്. 5 ലക്ഷത്തിൽ പരം അൾത്താരകളിൽ ലോകത്തിൻ്റെ എല്ലായിടത്തും. ഈ രക്തത്തിൻ്റെ ശക്തി എവിടെയുമുണ്ട് ഈ അന്തരീക്ഷത്തിൽ. വിശ്വസിച്ചാൽ ആർക്കും അത് സംരംഭ്യമാണെന്ന് കർത്താവ് പറയുന്നു. അത് ഈ യേശുവിൻ്റെ രക്തത്തിലൂടെയാണ് പരിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശനമുണ്ടാകാനുള്ള ആ ധൈര്യം കിട്ടുന്നതും. ഹെബ്രായർ 10:19 എന്ന് പറഞ്ഞാൽ ഈ രക്തത്തിൽ നമുക്ക് ദൈവസാന്നിധ്യത്തിൽ എത്താൻ കഴിയും. അതുകൊണ്ട് വചനം പറയുകയാണ്, നിത്യാത്മാമൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ അന്ധകരണത്തെ ശുദ്ധീകരിക്കും. അന്ധകരണത്തെ ശുദ്ധീകരിച്ചാൽ എത്രമാത്രം ശരീരത്തെ ശുദ്ധീകരിക്കുകയില്ല? ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് വിശ്വാസത്തോടെ, അതിന് മാമോദിസ ഒന്നും എടുക്കണ്ട, മാമോദിസ വാങ്ങിച്ചവർക്കും അല്ലാത്തവർക്കും ആർക്ക് വേണമെങ്കിലും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് സമീപിക്കാൻ കഴിയും. ഇനിയും നമുക്കറിയാം, രക്തത്തിലാണ് ജീവൻ. അതുകൊണ്ടാണ് അവിടുന്ന് ആ രക്തം ചിന്തിയതും.
നമുക്കറിയാം, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ നല്ലതാണ് ഒരു ക്രൂശിത രൂപം. ഇതാണ് കാൽവരിയുടെ യാഗം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത്. അവിടുത്തെ 5000-ൽ പരം മുറിവിൽ കൂടി ഒഴുകുന്ന ചോര അനുസ്മരിപ്പിക്കുന്നത് ആ ഹൃദയം പൊട്ടിയപ്പോൾ ഒഴുകിയ ചോരയും നീരും. ഇത് അത് നിശ്ചയമായിട്ടും നമ്മളെ സുഖപ്പെടുത്താനാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ മാർപ്പാപ്പായ പത്രോസ് പറയുന്നത്, അവിടുത്തെ മുറിവുകളാൽ നമ്മൾ സുഖപ്പെടുത്തപ്പെട്ടു എന്ന്. 1 പത്രോസ് 2:24. അപ്പോൾ നമുക്ക് ഈ മുറിവിലേക്കും രക്തത്തിലേക്കും വരാം. ഒന്ന്, ആ യേശുവിനെ മനസ്സിൽ ധ്യാനിച്ചാൽ മുറിവില്ലാത്തൊരു ഭാഗം അദ്ദേഹത്തിനില്ല. ശരീരം മുഴുവൻ മുറിപ്പെട്ടു, ഓരോ കോശങ്ങളും ഞാൻ പറയും മുറിയപ്പെട്ടു. അപ്പോൾ നമ്മുടെ എല്ലാ രോഗങ്ങളെയും അവിടെ കൊണ്ടുവരിക. അല്പസമയം ഒന്ന് ധ്യാനിക്കുക യേശുവിൻ്റെ ആ കുരിശു മരണത്തെപ്പറ്റിയും ആ രക്തം ചിന്തലിനെ പറ്റിയും. എന്നിട്ട് ആ മുറിയപ്പെട്ട രക്തം ഒഴുകാൻ ആഗ്രഹിക്കുക, സുഖപ്പെടുവാൻ വിശ്വസിച്ച് ആഗ്രഹിക്കുക. കണ്ണുകൾ ശാന്തമായി അടച്ച് അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ 2 കരങ്ങളിലും ഒന്ന് ഉയർത്തി ആ ഹൃദയത്തെ ഒന്ന് തൊടുക. ആ രക്തത്തിലേക്ക് കൈ മുക്കാൻ പറ്റുമെങ്കിൽ മുക്കൂ, ഭയപ്പെടേണ്ട. യേശുനാഥൻ എല്ലാ ദിവസവും 365 തവണയും ആവർത്തിച്ച് പറഞ്ഞൊരു വചനം, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ യേശുവിനെ ഭയപ്പെടേണ്ട, സ്നേഹിതനാണ്, രക്ഷകനാണ്, സൗഖ്യദാതാവാണ്. അതുകൊണ്ട് ആ കൈകൾ ഒന്ന് വയ്ക്കുക. നിശ്ചയമായിട്ടും ആ കൈകൾ എടുത്ത് നിൻ്റെ രോഗമുള്ള ശരീരത്തിൻ്റെ ഭാഗത്ത് വയ്ക്കുക. ആ രക്തത്തോടു കൂടി. തലവേദനയാണോ തലയിൽ വയ്ക്കുക, അതെ, പല്ലുവേദനയാണോ പല്ലേൽ തൊടുക, മൂക്കുവേദനയാണോ മൂക്കേൽ, അതെ, അതുപോലെ ഏതെങ്കിലും രോഗമുള്ള ഭാഗത്തേക്ക് ഒന്ന് ശാന്തമായി വയ്ക്കൂ. എന്നിട്ട് യേശുവിൻ്റെ നാമം ഒന്ന് വിളിക്കുക. യേശുവേ, യേശുവേ, വരണമേ, യേശു അങ്ങേ രക്തത്താൽ എനിക്ക് സൗഖ്യം തരണമേ എന്ന്. അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞിട്ടുള്ള കാര്യം ഒരിക്കലും അത് മറക്കരുത്. നമുക്കായി മുറിയപ്പെട്ട ആ രക്തം, ആ മുറിവുകൾ, ചിന്തപ്പെട്ട രക്തം കണിശമായിട്ടും നമ്മളെ സുഖപ്പെടുത്തും. ഇത് സത്യമാണ്. അനേകം പേരുടെ സാക്ഷ്യവും കൂടി അത് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനിയും ഇത് അല്പം നമുക്കൊന്ന് സ്പർശനാത്മകമായിട്ടുണ്ടാകാൻ കത്തോലിക്ക സഭയിൽ വൈദികർ 3 വസ്തുക്കൾ പ്രാർത്ഥിച്ച് ആശീർവദിച്ചു കൊടുക്കും. ജലം, വെള്ളം, ഉപ്പ്, അല്ലെങ്കിൽ പിന്നീട് എണ്ണ. ഏതെണ്ണയാകാം, ഒലിവെണ്ണയോ വെളിച്ചെണ്ണയോ. എനിക്ക് വൈദികരോട് പറയാനുള്ളത്, ആ കൈകൾ രണ്ടും അതായത് എന്നും ദിവ്യ അൽത്താരയിൽ ശരീരവും രക്തവുമായിട്ട് കടന്നു വരുന്ന ആ കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ ശാന്തമായി അടച്ച് ആ രക്തത്തെ ആവസിപ്പിക്കുക. രക്തത്തിൻ്റെ ശക്തി ഈ 3 വസ്തുക്കളുടെ മേൽ ആവസിപ്പിക്കുക. ഒന്ന് പ്രാർത്ഥിക്കുക. പിന്നെ പുസ്തകത്തിലെ പ്രാർത്ഥന പ്രാർത്ഥിച്ചോ, കുഴപ്പമില്ല, നല്ലതാണ്. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഈ 3 വസ്തുക്കൾ യേശുവിൻ്റെ ഹൃദയത്തിൽ അർപ്പിച്ച് ഒരു ആശീർവാദം കൊടുക്കുക. ആ 3 വസ്തുക്കൾ രക്തത്താൽ പുരണ്ട് ശക്തിയുള്ളതാകും. ഞാൻ കഴിഞ്ഞ 52 വർഷമായി ചെയ്യുന്നു. അനേകം സാക്ഷ്യങ്ങൾ എൻ്റെ അടുക്കലുണ്ട്. ഞാനിപ്പോൾ യൂറോപ്പിലാണ്. ഓരോരോ യൂറോപ്യൻ രാജ്യങ്ങളിലും ധ്യാനിപ്പിക്കുമ്പോൾ ഈ 3 വസ്തുക്കൾ ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചു കൊടുക്കും. ഇങ്ങേയറ്റം ക്യാൻസർ രോഗങ്ങൾ, മഹോദര രോഗങ്ങൾ, അതുപോലെ വയറ്റിലെ രോഗങ്ങൾ, കരളിൻ്റെ രോഗങ്ങളൊക്കെ സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വെബ് പേജിൽ വായിക്കാൻ കഴിയും. അത് ഞാൻ പറയാൻ കാരണം യേശുവിൻ്റെ രക്തം ഇന്നുണ്ട്. ഇന്ന് ക്രിസ്ത്യാനികൾക്ക് പോലും കത്തോലിക്കർക്കും ആ വിശ്വാസമില്ല. അതാണ് കുഴപ്പം. നമുക്കറിയാം 5 ലക്ഷത്തിൽ പരം തവണ ആണ് ഓരോ വൈദികനും പലയിടത്തായിട്ട് പറയുന്നത്, വീഞ്ഞെടുത്ത് ഇത് എൻ്റെ രക്തമാകുന്നു. ആ രക്തത്തിൻ്റെ ശക്തി, ആ പറഞ്ഞ വാക്കിൻ്റെ ശക്തി ഈ ലോകത്തിലുണ്ട്. അവിടെ ഇവിടെയും പറയുന്നതാണല്ലോ, റേഡിയോയിലും ടെലിവിഷനിലും കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത്. എങ്കിൽ യേശുവിൻ്റെ ഈ രക്തത്തിൻ്റെ ശക്തി, ഈ വചനത്തിലൂടെ, ഈ ബലിയിലൂടെ അർപ്പിക്കപ്പെടുന്ന ശക്തി, ആ കുരിശിൽ അർപ്പിക്കപ്പെട്ട ആ ശക്തി കണിശമായിട്ട് നിന്റെ മേൽ പതിക്കും. നീ കാണും, ആദ്യമേ സൗഖ്യം, 2 നീ സുരക്ഷിതൻ ആയിരിക്കും. ഭയപ്പെടേണ്ട.
അപ്പോൾ ഒരുപക്ഷെ വീട്ടിലുള്ള ആർക്കെങ്കിലും 5-ാം പനിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും എബോളായോ കോവിഡോ നിപ്പായോ വന്നെന്നോ സംശയിച്ചെന്നിരിക്കട്ടെ, അയൽവക്കത്തായിരിക്കാം, സ്കൂളിലായിരിക്കാം, നിങ്ങൾ ഇത് പലതവണ ചെയ്യൂ. ഈ മരുന്ന് എന്ന് പറഞ്ഞാൽ ആ രക്തം ഒന്ന് തൊട്ട് ശരീരത്തിൽ തൊടുക. അതിന് പകരമായിട്ട് ആ രക്തത്തിൻ്റെ ശക്തിയുള്ള ആ എണ്ണ പുരട്ടാം, ആ ജലം പുരട്ടാം. വേണമെങ്കിൽ ആ ഉപ്പ് അല്ല വെള്ളം ആഹാരത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന പാനീയത്തിലോ കലർത്തി തിന്നുക, കുടിക്കുക. വിശ്വാസത്തോടെ ചെയ്താൽ നീ സംരക്ഷിത ആയിരിക്കും. ഭയപ്പെടേണ്ട. അതെ, ഞാൻ പറയുകയാണ്, ഇത് എൻ്റെ തന്നെ അനുഭവം. കോവിഡ് വന്ന് കലശലായി. ഒരിക്കൽ പോലും ഞാൻ അതിനുവേണ്ടി ഒരു ഇഞ്ചക്ഷനും എടുത്തില്ല. ഇനിയും എനിക്ക് കോവിഡ് വന്നുമില്ല. കോവിഡ് കാലത്ത് എല്ലാവരെയും തലയിൽ കൈവച്ചാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കൈയൊന്നും കഴുക പോലുമില്ലായിരുന്നു. അതിനുള്ള മാലിന്യങ്ങളൊന്നും എനിക്ക് വന്നുമില്ല. കർത്താവ് രക്തത്തിൽ പൊതിഞ്ഞ് എന്നെ കാത്തുകൊള്ളുകയായിരുന്നു. ഇതെൻ്റെ സാക്ഷ്യം ആണ്. ഞാൻ രോഗം ബാധിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ആൾ. കാരണം അത്ര മാർദ്ദവമായൊരു ശരീരം ഈ ജില്ലാമ്പാറയിൽ വന്ന് എല്ലാവരും വന്ന് നിർബന്ധിച്ചു, എടുക്കണം, വാക്സിനേഷൻ വേണം. ഞാൻ പറഞ്ഞു എൻ്റെ വാക്സിനേഷൻ കഴിഞ്ഞു നേരത്തെ. അതിൻ്റെ മാമോദിസാൽ വെച്ച് തന്നെ അത് എൻ്റെ രക്തത്തിലൂടെ അവിടുത്തെ രക്തം കുത്തിവെച്ചു. പിന്നെ ഓരോ ദിവസം അത് കുത്തിവെക്കുന്നുണ്ട് ഞാൻ അവൻ്റെ രക്തം കുടിക്കുമ്പോൾ. മാത്രമല്ല മറ്റു കുരാശയിലല്ല, എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ രക്തത്തിൽ ആണ്. എനിക്ക് കുഴപ്പമില്ല എന്ന് എൻ്റെ എല്ലാ ഡോക്ടർമാരോടും പറഞ്ഞു. വിശ്വസിക്കുന്ന കുറേ ഡോക്ടർമാരുണ്ടായിരുന്നത് കൊണ്ട് ആർക്കും എന്നെ നിർബന്ധിച്ച് അത് കുത്തിവെക്കാൻ പറ്റിയില്ല. ഞാൻ അത് കടയിൽ പോകുമായിരുന്നു, സാധനം മേടിക്കുമായിരുന്നു, ആരെങ്കിലും എന്നെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് പോകുമായിരുന്നു, യാത്രയും ചെയ്യുമായിരുന്നു. വിമാനത്തിൽ പോകത്തില്ലായിരുന്നു, കാരണം അന്ന് വിമാനയാത്ര ഇല്ലാഞ്ഞതുകൊണ്ട്. എന്നാൽ ഞാൻ ഇന്നും പറയുന്നു, ഈ വൈറസ് എന്നെ ബാധിച്ചില്ല. ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത ഏറെ ആളുകൾ യൂറോപ്പിൽ, പ്രത്യേകിച്ച് ജർമ്മനിയിലുണ്ടായിരുന്നു. അവർക്കാർക്കും ഒന്നും സംഭവിച്ചില്ല, രക്തം കാത്തുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ. ഇതാണ് ഞാൻ പറഞ്ഞ സർവ്വരോഗ സംഹാരി. നിശ്ചയമായിട്ടും വിശ്വാസത്തോടെ ചെയ്യണം. യേശുവിൻ നാമം വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ രക്തം വിളിച്ചുകൊണ്ട് ചെയ്യൂ. കാണും നിങ്ങൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. ഇന്നും ജീവിക്കുകയാണ് കർത്താവ് നമ്മുടെ മധ്യത്തിൽ. ഇന്നും അവൻ ക്രൂശിക്കപ്പെടുകയാണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നിരന്തരമായി ക്രൂശിക്കപ്പെടുന്ന ഒരാളാണ് യേശുക്രിസ്തു. നിരന്തരമായി പീഡ സഹിക്കുന്നവനും രക്തം ഒഴുക്കുന്നവനുമാണ് യേശുക്രിസ്തു. അവൻ നമുക്ക് നേരിട്ട് കാണുന്നത് ദിവ്യബലിയിൽ ആണ്. അല്ലാതെ നമുക്കറിയാം, ആ പൗലോസിനോട് വഴി വെച്ച് ചോദിച്ച പോലെ, നീ എന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ഞാൻ അതിലേക്കൊന്നും വിശദമായിട്ട് പറയുന്നില്ല. ഈ ഔഷധം മാത്രം പറയുന്നു. ഈ സർവ്വരോഗ സംഹാരി നിങ്ങൾ ഉപയോഗിക്കുക. ഈ കാലഘട്ടത്തിൽ ഭയപ്പെടാതെ മുന്നോട്ട് പോകുക. എന്ന് വിചാരിച്ച് ഡോക്ടർമാരുടെ അടുക്കൽ പോകരുതെന്നല്ല. രോഗമുണ്ടെങ്കിൽ പോകണം. അവരെയും കർത്താവ് നിയോഗിച്ചു വച്ചിരിക്കുന്നു. മരുന്നുകളും കർത്താവിൻ്റെതാണ്. ഒന്നുകൊണ്ടും അതിനും മടിക്കണ്ട. എന്നാൽ അതിനെല്ലാം ഉപരിയായിട്ട് ഈ വലിയ ഔഷധത്തിൽ വിശ്വാസം അർപ്പിക്കൂ. എങ്കിൽ അത് നിങ്ങളെടുക്കുന്ന ഡോക്ടർമാർ തരുന്ന മരുന്നിൽ കൂടിയായിരിക്കാം ഒരു പക്ഷേ സൗഖ്യം. ഈ സൗഖ്യത്തിനെല്ലാം കൊടുക്കുന്ന ഒരാൾ മാത്രം ദൈവം. അതോർക്കണം. ഒരു ഡോക്ടർക്കും നിന്നെ സുഖപ്പെടുത്തത്തില്ല, ഒരു മരുന്നിനും നിന്നെ സുഖപ്പെടുത്താൻ കഴിയില്ല. യേശുക്രിസ്തുവിനും അവൻ്റെ വചനത്തിനും അവൻ്റെ നാമത്തിനും അവൻ്റെ രക്തത്തിനും മാത്രമേ കഴിയൂ. കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ ജാതി ഭേദമന്യേ അനുഗ്രഹിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ആരോഗ്യമുള്ളവരായി, സുരക്ഷിതരായി, സന്തോഷവും സമാധാനമുള്ളവരായി കാത്തുകൊള്ളട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ആശീർവദിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.